കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവിന്റെ പാദാന്തികയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കോടാനുകോടി ദൂതന്മാരുടെ ആരാധ്യ പുരുഷനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനി കർത്തദാസൻ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ബഹുമാനി കർത്തദാസി, ശേഷം ഈ ഓൺലൈൻ മീറ്റിംഗിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് പ്രിയ മിനി ആന്റിയും ഈ മീറ്റിംഗിൽ ഉണ്ടല്ലോ. പ്രിയ ആന്റിയോട് ഒരുമിച്ച് കർത്താവ് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെയും ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ഈ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മേവരെയും ദീർഘമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയർ മീറ്റിങ്ങിനെ കർത്താവ് വലിയ വിശാലതയിലേക്ക് നാളുകളിൽ നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനി കർത്തദാസിയെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചിട്ട് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഒരു മുഖാന്തരമാക്കി കർത്താവ് മാറ്റട്ടെ. വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗം വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോപ്പയിൽ ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ടു കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവന്മാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീഥ തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീഥയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. വിശ്വസിച്ചു. മതി. വളരെ പരിചയമുള്ള ഒരു ഭാഗമാണല്ലോ നാം വായിച്ചത്. തിരുവചനത്തിൽ തബീഥയെ കുറിച്ച് ഇവിടെ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന് 36 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ മാത്രമേ തബീഥയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തബീഥ ആരായിരുന്നുവെന്നും തൻ്റെ പ്രവൃത്തിയുടെ മഹത്വം എന്താണെന്നും വളരെ വ്യക്തമായി ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഇടയ്ക്കാണ് നമുക്ക് ഈ തബീഥയുടെ ഈ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ശൗലിന്റെ മാനസാന്തരമാണ്. 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം കൊർന്നല്യോസിന്റെ മാനസാന്തരം. പൗലോസിന്റെ മാനസാന്തരവും കൊർന്നല്യോസിന്റെ മാനസാന്തരത്തിന്റെ ഇടയിൽ ഇതുപോലെയുള്ള ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തബീഥയോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങളെ നമുക്ക് അല്പസമയം നമുക്കൊന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളുടെ ഇടയിലുള്ള ഒരു സംഭവമാണ് ഇതിനെ വേദശാസ്ത്രിമാർ
സാൻഡ്വിച്ച് ഗോസ്പൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. രണ്ട് സംഭവങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രവൃത്തി. പുതിയ നിയമത്തിൽ അനേക മാന്യ മഹിളകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക പേരുകൾ നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. പക്ഷേ ശിക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തി അത് തബീതയാണ്. ഭക്തരായിരിക്കുന്ന, വിശുദ്ധരായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് ഭക്തരായിരിക്കുന്ന മഹിളകളെ തിരുവചനത്തിൽ നമുക്കും പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുമ്പോൾ ശിക്ഷ എന്ന പേരിൽ അറിയപ്പെടുകയും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അതിനെ എടുത്തു കാണിക്കുകയും ചെയ്ത ഏക വ്യക്തി തബീതയാണ്. വേറൊരു സ്ത്രീയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പദം വിശുദ്ധ തിരുവചനത്തിൽ കാണുവാൻ കഴിയുകയില്ല. അവൾ ഒരു ക്രിസ്തു ശിക്ഷയായിരുന്നു, ക്രിസ്തു ഭക്തയായിരുന്നു. ഒരു വലിയ നാഗരിക തുറമുഖ പട്ടണമാണ് യോപ്പ. ആ സഭയിലുള്ള യോപ്പയിലുള്ള സഭയിലെ പ്രധാന വ്യക്തിയായിരുന്നു ഈ തബീത. ആ സഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തിനുടമയാണ് തബീത. തബീതയെക്കുറിച്ച് വളരെ സവിശേഷതകൾ തിരുവചനത്തിൽ നമുക്ക് കാണാം. തിരുവചനത്തിൽ നമുക്ക് തബീതയുടെ പേരിന്റെ കൂട്ടത്തിൽ ആ പേരിന്റെ അർത്ഥം കൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേടമാൻ. പേടമാൻ എന്നാൽ എന്താണ് എന്ന് നമുക്ക് അറിയാം. പെൺമാൻ. പെൺമാനാണ് ഈ പേടമാൻ എന്ന ആ പേരിന്റെ അർത്ഥം. പെൺമാനുകളെ കുറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നത് വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകങ്ങളായിട്ടാണ് പേടമാനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പേടമാനുകൾക്ക് ആൺമാനുകളെ പോലെ വലിയ കൊമ്പുകളൊന്നുമില്ല. ആൺ പെൺമാനുകൾ ഒരുമിച്ച് നിന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും എല്ലാവരുടെയും കണ്ണുകൾക്ക് ഇമ്പമായും നയനമനോഹരമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ആൺമാനുകളെയാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആൺമാനുകളെയാണ്. കാരണം അതിൻ്റെ കൊമ്പുകളുടെ ആ ഭംഗി ഏതൊരു മനുഷ്യനെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു മാനുകളുടെ ഫോട്ടോ എടുത്താൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ആൺമാനുകളുടെ ആ ചിത്രമാണ്. അപ്പോ ഈ ആകർഷകമായിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ആൺമാനുകൾക്കുണ്ടെങ്കിലും ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമല്ല പെൺമാനുകൾക്കുള്ളത്. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്നൊരു അപകടം പറ്റിയാൽ ആൺമാനുകളെക്കാൾ പെട്ടെന്ന് രക്ഷപ്പെടുന്നത് പെൺമാനുകളാണ്. കാരണം ആൺമാനുകളുടെ കൊമ്പുകൾ പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് അതൊരു നിത്യ സംഭവമാണ്. എന്നാൽ കൊമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള അപകടമായ സാഹചര്യങ്ങളിൽ പെൺമാൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ശത്രുക്കളിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആൺമാനുകളെക്കാൾ കൂടുതൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ സഹായകമാകുന്നത് പെൺമാനുകൾക്കാണ്. അപ്പോ ഇവിടെ ഈ തബീതയെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. പെൺമാൻ. ഭാഗ്യമായ സൗന്ദര്യങ്ങൾ അധികമില്ല.
ആൺമാനെ പോലെ ഭാഗ്യമായ മറ്റുള്ളവരെ ആകർഷിക്കുന്ന സൗന്ദര്യം ഇല്ല പേടമാന്. അതുപോലെ തന്നെയാണ് ഈ തബീതയെ കുറിച്ച് പറയുന്നത്. അവളുടെ പേരിന്റെ അർത്ഥം പേടമാൻ. ഭാഗ്യമായ സൗന്ദര്യത്തിലല്ല, ആന്തരികമായ സൗന്ദര്യമാണ് യഥാർത്ഥമായ സൗന്ദര്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തബീതയുടെ ജീവിത അനുഭവത്തിലൂടെ ഈ പേരിന്റെ അർത്ഥവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഭാഗ്യ സൗന്ദര്യവും എല്ലാവരെയും ആകർഷിക്കും, എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് വരും. പക്ഷെ കൂടുതൽ അപകട സാധ്യതകളെ ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ മനോഹരമായത് എല്ലാം നല്ലതായിരിക്കണമെന്ന് ഇല്ല. എന്നാൽ നല്ലതെല്ലാം മനോഹരമായിരിക്കും. അപ്പോ ഈ പേടമാനായിരിക്കുന്ന ഈ തബീതയെ കുറിച്ച് ഈ വചനത്തിലൂടെ അല്പ മിനിറ്റുകൾ നിങ്ങളുമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ തബീത ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്കവിടെ ആ തിരുവചനത്തിൽ അങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ തബീത മറ്റുള്ളവരാൽ ആദരിക്കപ്പെട്ടു. പക്ഷേ തൻ്റെ മരണശേഷവും മറ്റുള്ളവർ തന്നെ പ്രശംസിപ്പാനും പ്രതികീർത്തിക്കുവാനും ഇടയായി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ ജീവിച്ചിരുന്നപ്പോൾ താൻ ചെയ്ത നന്മപ്രവർത്തികൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയും ചെയ്ത ഈ ക്രിസ്തു ശിക്ഷ മരിച്ചതിന് ശേഷം അവളെ മറ്റുള്ളവർ പ്രതികീർത്തിക്കുവാനും പ്രശംസിപ്പാനും ഇടയായി. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ഒരു മനുഷ്യനെയും രക്ഷപ്പെടുത്തത്തില്ല. എന്നാൽ നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ അത് ഉച്ചത്തിൽ നമുക്ക് ശേഷം ഘോഷിക്കുവാൻ ഇടയായി തീരും. അപ്പോൾ ഈ തബീത ജീവിച്ചിരുന്നപ്പോൾ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തബീത ഒരു രോഗം പിടിച്ച് അവശയായി മരണത്തിന് കീഴടങ്ങുകയാണ്. തബീത മരിച്ച കാര്യം അവിടെയുള്ള തൻ്റെ സഹപ്രവർത്തകരെല്ലാം അറിഞ്ഞ് അവളുടെ മൃതശരീരത്തോട് ചെയ്യേണ്ട എല്ലാവിധ ആദരവും ചെയ്ത് ഒരു ക്രിസ്തീയ മര്യാദകളെല്ലാം ആ ഭൗതിക ശരീരത്തോട് കാണിച്ച് തബീതയെ ഒരു മാളിക മുറിയിൽ കിടത്തി ഈ വിവരം പത്രോസിനെ അറിയിക്കുവാൻ ഇടയായി. യോപ്പ പട്ടണത്തിന്റെ സമീപമായ ഒരു സ്ഥലമാണ് ലുസ്ര. ആ സ്ഥലത്താണ് അപ്പോൾ പത്രോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ യോപ്പയും ഈ പത്രോസ് ആയിരിക്കുന്ന സ്ഥലവും തമ്മിൽ അല്പം അടുത്താണ്. അപ്പോ ഈ തബീത മരിച്ച കാര്യം പത്രോസിനെ അറിയിക്കുകയാണ്. യോപ്പയിലുള്ളവരുടെ നിർബന്ധത്തിനു വഴങ്ങി പത്രോസ് ഈ തബീതയുടെ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ലുസ്രയിൽ നിന്നും പത്രോസിനെ യോപ്പയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന്റെ കാരണം അത് വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പത്രോസിലൂടെ ദൈവം ആ കാലഘട്ടത്തിൽ ശക്തമായ ദൈവപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വീര്യപ്രവൃത്തികളെ കുറിച്ച് യോപ്പയിലുള്ള പ്രിയപ്പെട്ടവർ കേൾക്കുകയും അവരുടെ ഏറ്റവും
പ്രിയപ്പെട്ട തബീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പത്രോസിനെ വിളിച്ചു വരുത്തുകയാണ്. ഈ നമ്മളോട് കാര്യം ആദ്യം നമ്മൾക്ക് ദൈവം നമ്മളിലൂടെ അസാധാരണമായിരിക്കുന്ന വീര്യപ്രവർത്തികൾ ചെയ്യും. എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം തന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്നതിൽ ഉപരിയായി ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തും. പക്ഷേ അത് എപ്പോഴും അത് വെളിപ്പെടണമെന്നില്ല. നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ കർത്താവ് ചെയ്തു, അത് എപ്പോഴും അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ചില സമയങ്ങളിൽ ചില വ്യക്തികളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗവും ആ ദൈവത്തിന്റെ വലിയ ആ ഇടപെടലും നിമിത്തം ദൈവശക്തി വളരെ ആഴമായി വെളിപ്പെടുവാനിടയായി തീരും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ ധന്യനായിരിക്കുന്ന പത്രോസ്. ദൈവം പത്രോസിലൂടെ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ദൈവം പത്രോസിനെ ശക്തിയോടെ ഉപയോഗിച്ചു. പത്രോസിന് ദൈവം ഒരു സീസൺ വെച്ചിരിക്കുകയായിരുന്നു. ആ സീസണിൽ ദൈവം തന്റെ ഭക്തനിലൂടെ അസാധാരണമായിരിക്കുന്ന ദൈവപ്രവൃത്തികൾ ആ പട്ടണങ്ങളിലും ആ പ്രദേശങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മളിലൂടെ ദൈവം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. നമുക്ക് ദൈവം ഒരു സീസൺ വെച്ചിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കേണ്ടതിനു വേണ്ടി ദൈവം ഒരു സീസൺ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ദാസന്മാരെ, ദൈവം നമുക്കൊരു സീസൺ വെച്ചിട്ടുണ്ട്. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവകരങ്ങളിൽ ഒരത്ഭുതമായി തീരേണ്ട ഒരു സീസൺ എനിക്കും നിനക്കും സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അത് സമയം വൈകുകയില്ല. ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് ദൈവം കൈമാറിയ ദൂതുകൾ ദർശനത്തിലൂടെയോ ദൈവശബ്ദത്തിലൂടെ ദൈവവചനത്തിലൂടെയോ ദൈവദാസന്മാരുടെ പ്രവചന ശബ്ദമായി കഴിഞ്ഞ നാളുകളിൽ എന്നോടും നിങ്ങളോടും കൈമാറിയ ദൈവശബ്ദം അടിയുറച്ചു വിശ്വസിക്കുക. എനിക്ക് ഒരു സീസൺ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നും ഞാൻ ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നും എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്ന ഒരു സീസൺ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് വിശ്വാസമുള്ളവർ ഇന്ന് പ്രഭാതത്തിൽ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, അപമാനിക്കപ്പെട്ട സ്ഥാനത്ത്, മാറ്റി നിർത്തപ്പെട്ട സ്ഥാനത്ത്, എല്ലാവരാലും പഴികേട്ടപ്പെട്ട സ്ഥാനത്ത് പത്രോസേ, നിനക്ക് വേണ്ടി ദൈവം ഒരു സീസൺ കരുതി വെച്ചിട്ടുണ്ട്. നിന്നിലൂടെ അസാധാരണമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി സ്വർഗം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലൂടെയും വലിയ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലൂടെ നീ കടന്നു പോയാലും മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ സ്വർഗം വെളിപ്പെടുത്തുവാനിടയായി തീരും. പ്രിയരെ, നമ്മോട് കേട്ട ദൈവവചനത്തിലൂടെ, ദൈവശബ്ദത്തിലൂടെ നമ്മൾ ആ ദൈവശബ്ദത്തിൽ ഒന്ന് അടിയുറച്ച് വിശ്വസിക്കാമോ? പത്രോസിനെ ദൈവ സന്നിധിയിൽ ചേർന്ന് നിന്ന വ്യക്തിയാ, പക്ഷെ പിന്മാറിപ്പോയി, പുറകോട്ട് പോയി. യേശുവിനോട് ചേർന്ന് നിന്നവൻ അകലം വിട്ട് ഒടുവിൽ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. പക്ഷേ പത്രോസിന്മേൽ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു. പത്രോസിന്മേൽ ഒരു ദൈവികമായ നിയോഗം കിടക്കുന്നുണ്ടായിരുന്നു.
എത്ര പിന്മാറിപ്പോയാലും അനുദപിച്ചു മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കുവാനിടയായി തീരും. അങ്ങനെ ഞാൻ മടങ്ങി വരട്ടെ. അപ്പോ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത, അത്ഭുത പ്രവൃത്തികൾ ഈ യോപ്പയിലുള്ള ദൈവജനങ്ങളും തബീതയുടെ സഹപ്രവർത്തകരും സ്നേഹിതരും അറിഞ്ഞ് പത്രോസിനെ വിളിച്ചു വരുത്തുകയാണ്. അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. 8 വർഷം തളർവാദ രോഗിയായി കിടക്കുന്ന അനന്യാസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പത്രോസ് പറയുന്നു, അനന്യാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് നീ നിന്റെ കിടക്ക വിരിച്ചുകൊള്ളുക. മനസ്സിലായോ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പത്രോസ് അവിടെ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തി പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ായിരിക്കുന്ന അനന്യാസിനോട് പത്രോസ് പറയുകയാണ്, അനന്യാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിന്റെ കിടക്ക വിരിച്ചുകൊള്ളുക. കഴിഞ്ഞ 8 വർഷമായി കിടക്കയിൽ കിടന്ന ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണമെങ്കിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. 8 വർഷമായി കിടക്കയിൽ മാത്രം ഒതുങ്ങിയ അനന്യാസിന്റെ അടുക്കൽ ചെന്നിട്ട് പത്രോസ് പറയുകയാണ്, നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം, ദൈവകൃപയുടെ സാന്നിധ്യം, എന്റെ മേൽ വെളിപ്പെട്ട ആ ദൈവകൃപയുടെ സാന്നിധ്യം ഇന്ന് നിന്റെ മേലിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പോകുക. എന്നിൽ നിറഞ്ഞു കവിയുന്ന ദൈവകൃപയുടെ ആ വലിയ ഒഴുക്ക് നിന്നിലേക്കും ഈ പകൽ ഒഴുകുവാൻ പോകുക. നീ എഴുന്നേൽക്കുക. 8 വർഷമായി നിന്റെ സാഹചര്യം ഒരു കിടക്കയിലാണെങ്കിലും ഇന്ന് ഒരു ദൈവപ്രവൃത്തി നിന്നിലേക്ക് അനന്യാസെ അയക്കുവാൻ പോകുകയാ. പത്രോസ് അനന്യാസിനൊന്ന് കൈ കൊടുത്തപ്പോൾ അവിടെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് അയക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ നാളുകളായി നിന്നെ ഒരു സ്ഥലത്ത് ശത്രു ഒതുക്കിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, നിന്നെ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒരു സ്ഥലത്ത് തന്നെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ നിന്നെ അടക്കി വച്ചിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന ചില നുകത്തിന്റെ കയറുകളെ തീയിൽ വെന്ത ചണനൂല് പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാവിലെ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുന്നുണ്ട്. തീയിൽ വെന്ത ചണനൂല് പോലെ ശത്രു കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ അഴിച്ചു മാറ്റുകയാണ്. എന്നോട് ചേർന്ന് ഈ ദൂതേറ്റെടുത്ത് വിശ്വസിക്ക്. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ ചില മേഖലകളിൽ വർഷങ്ങളായി നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന, ബന്ധിക്കപ്പെട്ട പോയ അസമാനമായ ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ പരിശുദ്ധാത്മാവ് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഈ പകൽ നിങ്ങളുടെ മേൽ കർത്താവ് അയക്കാൻ പോകുകയാ. 8 വർഷമായി ഒരേ സാഹചര്യത്തിൽ കിടക്കുക, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. 8 വർഷമായി ഒരേ അവസ്ഥയിൽ കിടക്കുന്ന ആ ഭവനത്തിന്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനത്തിലൂടെ നിങ്ങളോടൊരു ദൂത് ഞാൻ കൈമാറുകയാ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉയർച്ചയില്ലാതെ, മുൻപോട്ട് പോകാൻ കഴിയാതെ, എവിടെയോ തളക്കപ്പെട്ട് കിടക്കുന്ന, എവിടെയോ ഒരു മൂലയ്ക്ക് നിങ്ങളെ ഒതുക്കിയിരിക്കുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ഒരു ഒതുക്കിയ മേഖലകളുണ്ട്.
ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പറയുക, ഒതുക്കിയ മേഖലകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പൊട്ടിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികൾ നിന്റെ മേൽ അയക്കാൻ പോകുക. നിനക്കൊരു സീസൺ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷയിൽ ദൈവം ഒരു സീസൺ കരുതി വെച്ചിട്ടുണ്ട്. നിന്നെ ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, സാമ്പത്തികമായി ബന്ധിക്കപ്പെട്ട മേഖലകളിൽ നീ ഒതുങ്ങിപ്പോയെന്ന് ദൈവമേ, ഞാൻ എന്തായി തീരും? എന്റെ മേലുള്ള നിയോഗം വലുതാണല്ലോ കർത്താവ്, എങ്കിലും ഞാൻ ഒതുങ്ങിപ്പോയൊരു മേഖലകളിലാണ്. ശാരീരികമായ പ്രയാസങ്ങൾ നിമിത്തം, മറ്റു പല തടസ്സങ്ങൾ നിമിത്തം ഒതുങ്ങിയ മേഖലയ്ക്കകത്താണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് വിലപിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ദാസന്മാരെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറുക. നിനക്ക് ദൈവം ഒരു സീസൺ കരുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു സീസൺ നിന്റെ ശുശ്രൂഷയിലുണ്ട്. അത് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് അതിനുവേണ്ടി ആയിരിക്കാം. ദൈവം നമുക്കൊരു സീസൺ കരുതി വെച്ചിട്ടുണ്ട്. പത്രോസിന് ദൈവം ഒരു സീസൺ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 8 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന ഈ വീട്ടിലേക്കാണ് പത്രോസ് കടന്നു ചെല്ലുന്നത്. ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചാലും രോഗത്തിന് പരിഹാരം വരുത്തുകയില്ല. ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മാറും. ചില പനി 7 ദിവസം കൊണ്ട് മരുന്ന് കഴിച്ചാലും മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിലും മാറും. അപ്പോ ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ മുടന്തനായി പുറത്തു വന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് മരുന്ന് കഴിച്ചാൽ ആ മുടന്ത് മാറും. മരുന്നിനെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല മുടന്ത്. എന്നാൽ മുടന്തനെ മാൻപേടയെ പോലെ തുള്ളിച്ചാടുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം നമ്മളിൽ വെളിപ്പെട്ടാൽ ഏത് പ്രതിസന്ധിയും മാറും, ഏത് മുടന്തും മാറും. മുടന്തുള്ളവന്റെ മേൽ ഒരു ദൈവകൃപ വെളിപ്പെട്ടാൽ അവൻ പിന്നെ മുടന്തിയല്ല നടക്കുന്നത്, അവൻ മാനിനെ പോലെ തുള്ളിച്ചാടുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കിടക്കിൽ കിടന്ന അനന്യാസിനെ ഒരു മരുന്നും രക്ഷിച്ചില്ല. ഒരു മരുന്നിനും അനന്യാസിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കൈ നീട്ടി ആ കൈക്ക് കയറി അനന്യാസ് പത്രോസിന് കൈ കൊടുത്തപ്പോൾ അസാധാരണമായിരിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ആ മനുഷ്യനിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. അപ്പോ ഈ അനന്യാസിലൂടെ വെളിപ്പെട്ട ആ ദൈവകൃപ, ദൈവമഹത്വം യോപ്പയിലുള്ളവർ എന്ത് ചെയ്തു? അറിഞ്ഞു. അപ്പോ നമ്മുടെ ശുശ്രൂഷയിൽ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ, നമ്മളിൽ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ മറ്റുള്ളവരറിയും. മറ്റുള്ളവരെ നമ്മളിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മളിങ്ങനെ ആയിരിക്കും, നമ്മളിൽ വേണ്ട രീതിയിലുള്ള ഒരു ദൈവ സാന്നിധ്യം, ദൈവകൃപ വെളിപ്പെടുന്നില്ല. ഈ ദിവസങ്ങളിൽ ആ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ ദൈവകൃപ നമ്മളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ഈ മനുഷ്യനിൽ അസാധാരണമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മുടെ സഹോദരിയായിരിക്കുന്ന ക്രിസ്തു ശിഷ്യയായിരിക്കുന്ന നമുക്കൊരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത ഈ തബീതയ്ക്കൊരു സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി പത്രോസിനെ വിളിച്ചു വരുത്തുവാൻ യോപ്പയിലുള്ളവർ തീരുമാനിച്ചു. അങ്ങനെ പത്രോസ് വരുമ്പോൾ ഈ തബീതയെ ഒരു മാളിക മുറിയിൽ കിടത്തിയിരിക്കുന്നു. പത്രോസിനെ ആ മാളിക മുറിയിലേക്ക് ഈ വിധവമാർ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ഒരുപാട് വിധവമാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തബീത ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ, അല്ലെങ്കിൽ അവരോട് കൂടെയുള്ളപ്പോൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും
ഉടുപ്പുകളും മറ്റും കാണിച്ച് അവളുടെ നന്മ പ്രവൃത്തികൾ വിളിച്ചു പറഞ്ഞ് അവർ വിലാപം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഭക്തയായിരുന്നു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി ഇവിടെ കാണുന്നത് വിധവമാർ വിലാപം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 6 നമുക്ക് വിധവമാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. അപ്പൊ ഈ കുറെ വിധവമാരെ സംരക്ഷിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ഈ തബീത. ഇതിനകത്ത് ഒരു വേർതിരിവുമില്ലാതെ ഭാഷാപരമായോ ഭക്ഷണപരമായോ ഒരു വേർതിരിവുമില്ലാതെ എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഈ വിധവമാർ ഒരു ഒത്തൊരുമയോടെ ഈ വിധവമാരെ എല്ലാം ഒരുമിച്ച് നിർത്താൻ ഈ തബീതയ്ക്ക് കഴിഞ്ഞു. ഭാഷാപരമായോ ഭക്ഷണപരമായോ ജാതീയപരമായോ വംശീയപരമായോ ഒരു വേർതിരിവും ഈ സഹോദരി കാണിച്ചില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഭക്തയായിരിക്കുന്ന ക്രിസ്തു ശിക്ഷയായിരുന്നു തബീത. ഒരു വിധത്തിലും അവർ വേർതിരിവ് കാണിച്ചില്ല. അവർ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ പരിപാലിക്കുകയും ചെയ്തു. അപ്പോ അതായിരിക്കണം ഒരു ദൈവ പൈതലിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവരായിരിക്കണം. ഒരു വേർതിരിവും കാണിക്കാതെ കർത്താവ് കാണിച്ചു തന്ന മാതൃക ഈ ക്രിസ്തു ശിക്ഷ അതേപോലെ തന്നെ ഇവിടെ പകർത്തുകയാണ്. അവൾ കരുണയുള്ളവളും നന്മയുള്ളവളുമായിരുന്നു ഈ തബീത. അവൾക്ക് വിശാലമായ കരുണയുടെ ഒരു കണ്ണ് ആ സഹോദരിക്കുണ്ടായിരുന്നു. കരുണയുള്ള കണ്ണും വിശാലമായ ഹൃദയവും ആ സഹോദരിക്കുണ്ടായിരുന്നു. പ്രിയരെ, നമുക്കും അങ്ങനെ ഉണ്ടാകണം. കരുണയുള്ള കണ്ണും വിശാലമായ ഹൃദയത്തിന് ഉടമകളായി ഞാനും നിങ്ങൾ മാറണം. അതാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സഹോദരിക്ക്, ഈ തബീത എന്ന് പറയുന്ന ഈ ക്രിസ്തു ശിക്ഷയ്ക്ക് അങ്ങനെ ഒരു വിശാലമായ ഹൃദയവും കരുണയുള്ള കണ്ണും ഉണ്ടായിരുന്നു. നമ്മൾ ആ തബീതയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് കരുണയുള്ള കണ്ണും വിശാലമായ ഒരു ഹൃദയവും നമുക്കുണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യയെ കിടത്തിയ ആ മുറിയിലേക്ക് പത്രോസ് കയറി ചെല്ലുകയാണ്. പത്രോസ് അവിടെ കയറി ചെല്ലുമ്പോൾ പത്രോസ് അവിടെ ബുദ്ധിപരമായിരിക്കുന്ന ചില നീക്കങ്ങൾ നടത്തുകയാണ്. ഒന്നാമത്തെ ബുദ്ധിപരമായ സമീപനം, അവളെ കിടത്തിയ മുറിയിൽ നിന്നും എല്ലാവരെയും എന്ത് ചെയ്തു? പുറത്താക്കി. എഴുന്നേൽപ്പിച്ച് എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് പത്രോസ് ആ വാതിൽ അടച്ചു. കാരണം ആ വീടിന് ഒറ്റ വാതിലുള്ളൂ, ആ മുറിക്ക് ഒറ്റ വാതിലുള്ളൂ. പത്രോസിനറിയാം തബീത എഴുന്നേൽക്കും. തബീത എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ ചിലർ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം തബീത മരിച്ചുപോയി എന്നുള്ളൊരു വിശ്വാസം അവർക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഭയം വരും. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കം പാച്ചിൽ നടക്കും, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? ആ വാതിൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് അവിടെ വായിക്കുന്നു, അവൻ മുട്ടുകുത്തി ശവത്തിന്റെ നേരെ തിരിഞ്ഞു. മനസ്സിലായോ? പത്രോസ് ഇപ്പൊ ശവത്തിന്റെ നേരെ തിരിഞ്ഞത്. ശവത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ തബീതയുടെ നേരെ തിരിഞ്ഞു എന്ന് എഴുതാമായിരുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസ് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. പക്ഷെ പത്രോസ് വിളിക്കുകയാണ്, തബീതേ എഴുന്നേൽക്ക. മനസ്സിലായോ? ഇവൻ തിരിഞ്ഞത്
ശവത്തിന്റെ നേരെയാ. പത്രോസ് തിരിഞ്ഞത് ശവത്തിന്റെ നേരെയാ തിരിഞ്ഞത്. പക്ഷെ പത്രോസ് സംസാരിച്ചത് തബീതയോടാ. മനസ്സിലായോ? തബീതേ, എഴുന്നേൽക്ക. ഇവിടെയാണ് വിശ്വാസത്തിന്റെ വീര്യം വെളിപ്പെടുന്നത്. തിരിഞ്ഞത് ശവത്തെ നോക്കിയാണെങ്കിലും വിളിച്ചത് തബീതേ എന്നാണ്. ശവം എന്നല്ല വിളിച്ചത്. ശവമേ എഴുന്നേൽക്ക എന്നല്ല പറഞ്ഞത്. തബീതേ, എഴുന്നേൽക്കുക. ഒരു കാര്യം ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ തിരുവചനത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത വിഷയം. കർത്താവിന്റെ നാമത്തിൽ ഒന്ന് തിരിഞ്ഞിട്ട് പ്രതീക്ഷയോടെ ഒന്ന് വിളിക്കാമോ? പ്രതീക്ഷയില്ലാത്ത കാര്യ ഫ്രണ്ടിൽ കിടക്കുന്നത്. പത്രോസിനറിയാം മരിച്ചു പോയത് തിരിച്ചു വരാൻ പ്രയാസം, അവിടെ ഉള്ളവർക്കും അറിയാം. പക്ഷേ ചത്തുകിടക്കുന്ന, ചലനമറ്റ് കിടക്കുന്ന, ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ വിഷയത്തെ നോക്കി പത്രോസ് പറയുകയാ, ശവമെന്നല്ല, തബീതേ എഴുന്നേൽക്ക, തബീതേ എഴുന്നേൽക്ക. ആ വിളിക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ തബീത ചാടി എഴുന്നേറ്റു. ഒരു കാര്യം ഓർക്കുക, ചലനമറ്റ് കിടക്കുന്ന വിഷയമാണെങ്കിലും ശവത്തോടാണ് സംസാരിക്കുന്നത് പോലെ ആണ് സംസാരിക്കുന്നത് എന്ന് പത്രോസിനറിയാം. പക്ഷേ ഇവിടെ ശവത്തോടല്ല പത്രോസ് സംസാരിക്കുന്നത്, തബീതയോടാണ്. തബീതേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ ശരീരത്തിലേക്ക് ജീവൻ മടക്കിക്കൊടുത്തു. എഴുന്നേൽക്കാൻ എന്ന് പരിശുദ്ധാത്മാവിൽ പത്രോസ് സംസാരിച്ചപ്പോൾ തബീത ചാടി എഴുന്നേറ്റു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ മധ്യേ, ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, നിരാശ മാത്രം തരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, ഇനി അതിനൊരു മടങ്ങി വരവില്ല, ഇനി ആ വിഷയത്തിനൊരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോടൊരു ദൂത് സംസാരിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തോട് ആത്മാവിൽ പ്രവചിക്കാൻ, എഴുന്നേൽക്ക എന്ന് പ്രവചിക്കാൻ, മടങ്ങി വരിക എന്ന് പ്രവചിക്കാൻ, ചലനമിട്ട് കിടക്കുന്ന വിഷയത്തോട് ഇതാ എഴുന്നേറ്റ് വരാൻ എന്ന ആത്മാവിൽ വിളിച്ചു പറയാൻ വെളിപ്പാട് പ്രാപിച്ചവർ എത്ര പേർ ഇതിന്റെ അകത്തുണ്ട്? ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മുറിക്കകത്താണ് നീ ആയിരിക്കുന്നതെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിലേക്കൊന്ന് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയത്തിന്റെ മുൻപിൽ മുഴങ്കാലുകൾ മടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. മടങ്ങി വരികയില്ല. മരിച്ചു കിടക്കുന്ന, ശവമായി കിടക്കുന്ന ചില വിഷയത്തിന്റെ നടുവിലാണ് പത്രോസേ നീ മുഴങ്കാലുകൾ മടക്കുന്നതെങ്കിലും നീ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? തബീതേ എഴുന്നേൽക്ക. മരിച്ച വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് മടക്കിത്തരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിലും ശക്തമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ മതിയായവനാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ചത്ത വിഷയത്തെ നോക്കി, ശവമായി കിടക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട, ചലനമറ്റ് കിടക്കുന്ന സകല സാഹചര്യങ്ങളും നിനക്ക് പ്രതികൂലമായിരിക്കുന്ന വിഷയത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തോട് നീ ഒന്ന് പ്രവചിക്കാൻ തയ്യാറാണോ? എഴുന്നേൽക്ക. ഒരു മടങ്ങി വരവുണ്ട്. എന്റെ ദൈവം എനിക്കതിനെ മടക്കി തരുമെന്ന് ആത്മാവിൽ വിശ്വസിച്ച് അതിനോടൊന്ന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിലേക്ക് മടക്കി തരുമെന്ന് ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂത് സംസാരിക്കുകയാ. വിക്ടർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുട്ടുമടക്കാൻ തയ്യാറാകണം. നിന്ദിക്കപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, നിന്നെ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട്.
നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചു എന്ന് പലരും നിന്നെ വിരൽ ചൂണ്ടി നിന്നെ പരിഹസിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനത്തിലൂടെ ഒരു ദൂത് കൈമാറുകയാ. മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, കരയാൻ തയ്യാറാണെങ്കിൽ, കവിൾത്തടങ്ങൾ കണ്ണുനീർ ചാലുകളാക്കി ഇരമ്യാവിനെ പോലെ കരയാൻ തയ്യാറാണെങ്കിൽ, ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ അറിയാതെ പോകരുത്. കരയാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീരും. ഒന്ന് മുട്ടുമടക്കാമോ? ചില വിഷയങ്ങളുടെ നടുവില് ഇതേ സമാനമായ ഒരു അവസ്ഥയിലൂടെ ദൈവപുരുഷനായിരിക്കുന്ന ഏലിയാവ് കടന്നുപോയി. ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും മകനും മരിക്കാൻ വേണ്ടിയിരിക്കുക. ആ ഭവനത്തിലേക്കാ ഈ ദൈവമനുഷ്യൻ കയറി ചെല്ലുന്നത്. പക്ഷേ ആ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞു മരിച്ചു. ഇപ്പൊ സഹോദരി നേരെ തിരിഞ്ഞു, നീ കാരണമാണ് ഇതൊക്കെയും സംഭവിച്ചത്. മരിക്കാനിരുന്ന കുടുംബത്തെ, മരണം മാത്രമുള്ളൂ എന്ന് പറഞ്ഞ കുടുംബത്തെ അല്പകാലത്തേക്കെങ്കിലും പിടിച്ചു നിർത്തിയത് ഈ ദൈവമനുഷ്യൻ. അതൊക്കെ അവർ മറന്നിട്ട് ഇപ്പൊ പറയാം, നീ കാരണമാണ് ഇതൊക്കെയും സംഭവിച്ചത്. പക്ഷെ ദൈവമനുഷ്യൻ നിരാശപ്പെട്ടില്ല. ആ മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞുമായി ഒരു മാളിക മുറിയിലേക്ക് കയറി ചെല്ലുകയാ. ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിന് വേണ്ടി ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞായി ആ മാളിക മുറിയിലേക്ക് കയറി ചെല്ലുകയാ. അവിടെ ദൈവദാസൻ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാ. ദൈവസന്നിധിയിലേക്ക് എത്താൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു നൽകുവാനിടയായി തീർന്നു. ചത്ത വിഷയവുമായി, ചലനമറ്റ വിഷയവുമായിട്ടാണ് ആ പ്രാർത്ഥനാ റൂമിലേക്ക്, മാളിക മുറിയിലേക്ക് ഈ ദൈവഭക്തൻ കയറിപ്പോയത്. കുത്തുവാക്കുകളും നിന്ദകളും അവമാനവും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടാണ് താൻ പ്രാർത്ഥനാ മുറിയിലേക്ക് ഈ വിഷയമായി കയറിപ്പോയതെങ്കിൽ, മടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ജീവനുള്ള ഒരു ബാലനുമായി, മരിച്ച വിഷയത്തിന് വിടുതൽ പ്രാപിച്ച് ജീവനുള്ളവനായാണ് ആ റൂമിന്റെ വാതിൽ തുറക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, നീ കാരണമാണെന്ന് പറഞ്ഞ ചില വിഷയങ്ങള് നീ അതുമായി ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ തയ്യാറാണെങ്കിൽ ഒരു വിടുതൽ എന്റെ ദൈവം അവിടെ കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഒരു അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ഏത് വിഷയത്തിലാ പ്രിയരെ നിന്റെ മനസ്സ് തകർന്നിരിക്കുന്നത്? ഏത് വിഷയത്തിലാ നീ തകർന്നിരിക്കുന്നത്? ഏത് വിഷയത്തിലാ നിന്റെ കുടുംബം തകർന്നിരിക്കുന്നത്? ഏത് വിഷയത്തിലാ നീ മനോവിഷമമായി ഇരിക്കുന്നത്? ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിനോട് പറയുക, നഷ്ടപ്പെട്ട ഒരു ഹല്ലേലൂയ ചേതനയേറ്റ് കിടക്കുന്ന, ചലനമറ്റ് കിടക്കുന്ന, പ്രതീക്ഷയില്ലാത്ത ഒരു വിഷയത്തിന്റെ നടുവിലാണോ ഇന്ന് പകല് നീ ആയിരിക്കുന്നതെങ്കിൽ എന്റെ കർത്താവ് പറയുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടരുത്, അത്ഭുതം നിന്റെ വഴിയെ. പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്, അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം ഒരുക്കമാണ്. പത്രോസേ, നീ ശവത്തിന്റെ മുന്നിലാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരിടത്താണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മുറിക്കകത്താണ് നീ മുട്ടുമടക്കിയതെങ്കിലും വിശ്വാസത്തോടെ തബീതേ എന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ വാക്കിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ വ്യാപാരം വെളിപ്പെടും. നിന്റെ നാവിന്മേൽ ഒരു അധികാരം ദൈവം കൈമാറിയിട്ടുണ്ട്. ഇന്ന് പകലിൽ അധികാരം പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. തബീത ഇതാ ചാടി എഴുന്നേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തബീത ചാടി എഴുന്നേൽക്കുകയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇടത്താണ് മുഴങ്കാലുകൾ മടക്കിയത്. ഇനിയൊരു മടങ്ങി വരവില്ല. എല്ലാവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവഭക്തൻ
വിശ്വസിക്കുവാൻ തയ്യാറായി. വിശ്വസിക്കാൻ തയ്യാറായി. തബീതെ ശവത്തിന്റെ മുന്നിലാണ് മുട്ടുമടക്കി താൻ ശവത്തിലേക്കാണ് നോക്കിയത്. പക്ഷെ വിളിച്ചത് തബീതെ എന്നാണ്. തബീതെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ചലനമറ്റ് കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകലിൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ വെളിപ്പെടുത്തും, നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തും. തലമുറകളുടെ ബന്ധത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയരെ, അതിനി മടങ്ങി വരത്തില്ല. ഇനി അതിനൊരു വിടുതലില്ല. ഇനി ഒരു നന്മ എൻ്റെ മകനിലൂടെ കാണത്തില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന, എൻ്റെ തലമുറകളുടെ നന്മയുടെ ആ വഴി അടഞ്ഞുപോയെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിന്റെ ശുശ്രൂഷയുടെ മുഖം അടഞ്ഞുപോയി, നിന്റെ ശുശ്രൂഷയിലേക്ക് എല്ലാവരും മുഖം എന്നെ കാണുമ്പോൾ മറയ്ക്കുന്ന എനിക്കൊരു അവസരമില്ല, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ലെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ ദൈവം ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിങ്ങളെ ദൈവം ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയെ ദൈവം ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ പോകുകയാ. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നെ ദൈവം ഒന്ന് ഉപയോഗിക്കണം, ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയായി മാറണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? Praise the Lord. എന്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നമ്മുടെ ബലഹീനതകൾ എന്റെ ദൈവത്തിന് വിഷയമല്ല. അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. ബലഹീനതകളെ നോക്കി, ന്യൂനതകളെ നോക്കി നീ നിരാശപ്പെട്ടിരിക്കരുത്. എല്ലാം കഴിഞ്ഞുപോയി, ഇനി ഒരു മടങ്ങി വരവില്ല എന്നോർത്ത് നിരാശയോടെ ഇരിക്കരുത് പ്രിയരെ. ജരാനരകൾ ബാധിച്ചാലും ഇനി ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ശാരീരികമായ ബലഹീനതകൾ എനിക്കുണ്ട്, ഇനി ഒരു സാധ്യത ഇല്ല എന്നോർത്ത് നിരാശയോടെ ഇരിക്കാനല്ല അബ്രഹാമേ നിന്നെ ദൈവം വിളിച്ചിറക്കിയത്. നിന്റെ മേൽ ഒരു നിയോഗം ദൈവം കൈമാറിയിട്ടുണ്ട്. നിന്റെ മേൽ ഒരു വാഗ്ദത്തം ദൈവം കൈമാറിയിട്ടുണ്ട്. ഇന്ന് പകലിൽ നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെ നോക്കാതെ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് ഇന്ന് പകലിൽ ഒന്ന് കണ്ണ് ഉയർത്താമോ? ബലഹീനതകളെ നോക്കിയിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ, ന്യൂനതകളെ നോക്കിയിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ന്യൂനതകളെ അല്ല നോക്കേണ്ടത്. യോബ് പറഞ്ഞതുപോലെ, എന്റെ ദേഹം ക്ഷയിച്ചാലും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ കണ്ണുകൾ ഉയർത്തി പറയുകയാണ്, ഞാൻ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാല് തന്നെ ഞാൻ ചിലത് കാണുവാനിടയായിത്തീരും. ബലഹീനതകളെ നോക്കി നിരാശപ്പെട്ടിരിക്കരുത്. ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവശക്തി എനിക്കും നിനക്കും വേണ്ടി പകരുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ അറിയാതെ പോകരുത്. ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്, ഉയരത്തിലുണ്ട്. നമ്മുടെ ബലഹീനതകളെ പരിഹരിക്കുന്ന, ന്യൂനതകളെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. മോശ പറയുകയാണ്, ഞാൻ ഒരു ബലഹീനനാ, ഞാനൊരു ബലഹീനത. പക്ഷെ എന്നെക്കാളും സാമർഥ്യമുള്ള എന്റെ ജ്യേഷ്ഠൻ അഹരോനുണ്ട്, എന്റെ സഹോദരൻ അഹരോനുണ്ട്. അവനെ ഏൽപ്പിക്ക്. പക്ഷേ ദൈവം പറയുകയാണ്, മോശേ ഞാൻ വിളിച്ചത് അഹരോനെ അല്ല. നിന്റെ എല്ലാവിധ ബലഹീനതകളും കണ്ടുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. പക്ഷെ മോശേ, നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ബലഹീനതയിൽ ഒരു ദൈവശക്തി പകരാൻ ഞാൻ മതിയായവനാ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിരാശപ്പെട്ട് കിടക്കുന്ന, വഴി അടഞ്ഞു പോയെന്നോർത്ത് ചില വഴികൾ ബ്ലോക്കായിരിക്കുന്നു, നിന്നെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബന്ധിച്ച് അവിടെ മാത്രം നിന്നെ ഒതുക്കിക്കളയുന്ന, അവിടെ മാത്രം നിന്നെ നിർത്തിയമതി നീ പുറത്തു വരല്ലെന്ന് ശക്തമായ പ്രതിസന്ധികളിട്ട് നിന്നെ ഒതുക്കുന്ന ചില മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുത്താൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു ഈ കെട്ടുപൊട്ടും, ഈ ബന്ധനഴിയും? ഹല്ലേലൂയ, ഈ ബന്ധനഴിയും. നീ വിശ്വസിച്ചു, ഈ ബന്ധനഴിയും. വിശ്വസിച്ചോ, ഈ ബന്ധനഴിയും. ഈ കെട്ടുപൊട്ടും. തീയിൽ ബന്ധ ചണനൂല് പോലെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോകുകയാ. തീയിൽ വെന്ത ചണനൂല് പോലെ
ചിലതിനെ അണലികളെ നീ തീയിലേക്ക് വലിച്ചെറിയുക. നിന്റെ കയ്യിൽ ചിറ്റിയ ചില അണലികളെ പരിശുദ്ധാത്മ പറയുന്നു, ചില മുൻവിധികളിട്ട് ചിലര് നോക്കി നിൽക്കുക. ഈ കയ്യിൽ കിട്ടിയത്, ഈ വിഷയം നിന്നെ കൊണ്ട് പോകത്തുള്ളൂ, ഈ പ്രതിസന്ധി നിന്റെ അവസാനമാണെന്ന് വിധി എഴുതിയ ചിലരെ നോക്കി നിന്നെ പരിഹസിക്കുമ്പോൾ, ആ നോക്കി പരിഹസിച്ചവരുടെ മുൻപിൽ നിന്റെ കയ്യിൽ ചിറ്റിയ ചില അണലികളെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു അഭിഷേകം, ഇനി ആരെയും ഉപദ്രവിക്കാതെ വണ്ണം, എന്നെ ഉപദ്രവിച്ചത് ഇനി ആരെയും തൊടാതെ വണ്ണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചില അണലികളെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം, അഭിഷേകത്തിന്റെ പുതിയ തലം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ വെളിപ്പെടുത്താൻ പോയ. ഓ ഹല്ലേലൂയ. നിന്റെ ബലഹീനതകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പരിഹരിക്കുവാൻ പോകുക. ഈ പ്രഭാതത്തിൽ ചില വിടുതലുകൾ കർത്താവ് അയക്കാൻ പോകുക. നീ വിശ്വസിച്ചോ. നീ എന്ത് വിശ്വസിക്കുന്നു അത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുക. നീ എന്ത് വിശ്വസിക്കുന്നോ അത് നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പോവുക. നിന്റെ ഹല്ലേലൂയ കുടുംബത്തില് ദൈവം ചില പ്രവൃത്തി വെളിപ്പെടുത്താൻ നീ എന്താ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ പകലിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. അത് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവശക്തി എന്നിലും നിന്നിലും വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇതിന്റെ അകത്തുണ്ട്? ദൈവശക്തി വെളിപ്പെട്ടാൽ വൈദ്യശാസ്ത്രത്തെ ജയിക്കാൻ പറ്റും. ദൈവശക്തി വെളിപ്പെട്ടാൽ സയൻസിനെ ജയിക്കാൻ പറ്റും. ദൈവശക്തി വെളിപ്പെട്ട ബലഹീനതകളെ ജയിക്കാൻ പറ്റും. ഇവിടെ അവർ മുഴങ്കാലുകൾ മടക്കിയ പത്രോസ്, ശൂന്യമായിരിക്കുന്ന, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു ശവത്തിന്റെ മുന്നിലാണ് മുഴങ്കാലുകൾ മടക്കിയത്. മുഴങ്കാലുകൾ മടക്കിയ ദൈവഭക്തൻ മടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ജീവനുള്ള തബീതയുമായി, ജീവനുള്ളതാ. ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ദൂത് ചിലരോട് ആഴമായി സംസാരിക്കുകയാണ്. ചിലതിനെ ജീവൻ പ്രാപിപ്പിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതുക്കി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ, നിരാശപ്പെട്ടു പോയ, വഴി അടഞ്ഞു പോയതിനെ ചിലതിനെ ദൈവം വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഒരു പുതിയ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ അകറ്റും, താമ്ര കഥകളെ ഇരുമ്പോടാമ്പലുകളെയും തകർത്ത് കളയുന്ന ഒരു ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് പകലിൽ വിശ്വസിക്കുക ദൈവ പൈതലേ. നിന്റെ ശുശ്രൂഷയുടെ മേഖലകളിൽ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവം ഒരു പുതുവഴി തുറക്കാൻ പോകുക. ആർക്കും നിന്നെ അടച്ചു വെക്കാൻ കഴിയുകയില്ല, ആർക്കും നിന്നെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ചിലതിനെ കീഴ്മേൽ മറിക്കാൻ പോകുകയാണ്. അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ നിന്നിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാൽ ആർക്കും ഒതുക്കി വെക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മളിൽ ഒരു ദൈവശക്തി വെളിപ്പെട്ടാൽ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. പത്രോസിന്റെ മേൽ ദൈവശക്തി വെളിപ്പെട്ടു, പൗലോസിന്റെ മേൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ഒതുക്കാൻ നോക്കി. ആരാ നോക്കിയത്? ശിഷ്യന്മാരാ നോക്കിയത്. ചേർത്ത് നിർത്താൻ ബർന്നബാസ് പറഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, അവൻ സഭയ്ക്ക് ദോഷം ചെയ്തവനാ, അവനെ കൂട്ടിയ ദോഷം വരും എന്ന് അവനെ ഒതുക്കാൻ നോക്കിയ ശിഷ്യന്മാരുണ്ട്. പക്ഷേ പൗലോസേ, നിന്റെ മേൽ ദൈവശക്തി പകർന്ന നസ്രയത്തിലെ യേശുവാണെങ്കിൽ, കർത്താവാണെങ്കിൽ, കർത്താവ് നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ എത്ര എതിർപ്പുണ്ടെങ്കിലും, എത്ര തടസ്സമുണ്ടെങ്കിലും, എത്ര ബലഹീനതകളുണ്ടെങ്കിലും, എത്ര ശക്തന്മാർ എതിർത്താലും നിന്റെ മേൽ പകർന്ന നിയോഗം അസ്ഥാനത്തല്ല, അത് സ്ഥാനത്ത് തന്നെയാണ്. അത് വെളിപ്പെടുത്തും. അതുകൊണ്ട് ബലഹീനതയുണ്ടെന്നൊന്നും പറഞ്ഞ് നമ്മൾ നിരാശപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ടേ ബലഹീനതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിരാശപ്പെട്ടു പോയനെ. ഇല്ല, ബലഹീനതയിൽ പകരുന്നൊരു ദൈവശക്തിയുണ്ട്. മുഴങ്കാല് മടക്കാൻ തയ്യാറാണെങ്കിൽ, കരയാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റും, നിന്റെ കുടുംബത്തിലെ ശൂന്യതകളെ മാറ്റും. നിന്റെ കുടുംബത്തില് ചത്ത അനുഭവത്തിലൂടെ ഇരിക്കുന്ന ചിലര് ജീവൻ പ്രാപിപ്പാനിടയായിത്തീരും. അധികമൊന്നും വേണ്ട, നീ മാത്രം മതി, ഒരുവൻ മാത്രം മതി. ഒരുവൻ നിലവിളിച്ചാൽ ദേശത്തിന്റെ അവസ്ഥ മാറും, ഒരുവൻ നിലവിളിച്ചാൽ കുടുംബത്തിന്റെ അവസ്ഥ മാറും, ഒരുവൻ നിലവിളിച്ചാൽ സഭയുടെ അവസ്ഥ മാറും. അധികമൊന്നും വേണ്ട,
നമ്മൾ മതി, നമ്മൾ മുഴങ്കാലും മടക്കിയാൽ മതി, ചിലത് ജീവൻ പ്രാപിക്കും. നിന്റെ കരങ്ങളിലേക്ക് ദൈവം തിരിച്ചു തരും. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ചു തരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? ഇന്ന് പകല് വിശ്വാസത്തോടെ പറ, നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരാൻ പോകുകയാ. എന്റെ കർത്താവ് ചിലത് എന്റെ കയ്യിലേക്ക് മടക്കി തരാൻ പോകുകയാ. ചിലത് എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ട് ഞെരങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പറയാം, അത് നിന്റെ കയ്യിലേക്ക് തിരിച്ചു തരാൻ പോകുകയാ. അത് വിദൂരം പോയിട്ടില്ല. നീ കാണുന്നതിന്റെ അപ്പുറമാണെങ്കിലോ അത് നിന്റെ അടുക്കിലേക്ക് മടക്കി തരാൻ ഇന്ന് പകലിൽ എന്റെ ദൈവം ശക്തനാണ്. ചിലതിനെ മടക്കി തരുന്ന പകലാ, ചിലതിനെ മടക്കി തരുന്ന മാസമാ, ചിലതിനെ മടക്കി തരുന്ന വർഷമാ. വിശ്വസിക്ക്, ചില നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച വിഷയങ്ങൾ മടക്കി തരുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ചില കുടുംബങ്ങളിൽ മേൽ, ചില ശുശ്രൂഷകന്മാരുടെ മേൽ, ചില ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. തബീതെ, നിന്റെ ശുശ്രൂഷ ഇന്ന് പകലിൽ ചില ദൈവദാസിമാരോട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലുള്ള ദൂത് പറയുക, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല കേട്ടോ. നിന്റെ ശുശ്രൂഷ ഇതോടുകൂടി അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ബലഹീനതകൾ വന്നു, എല്ലാം ഒരു മരിച്ച അവസ്ഥയിലൂടെ നീ ആയിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീരത്തില്ല. എന്റെ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിന്നെ കൈക്ക് പിടിച്ച് നിന്റെ ചെവിയിലേക്ക് ഒരു ദൈവശബ്ദം പതിയാൻ പോകുകയാ. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. ഓ, രക്തത്താലും വചനത്താലും ജയ. ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ചിലരുടെ കാതുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അയച്ചുകൊണ്ടിരിക്കുകയാ. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. ഇവിടം കൊണ്ട് തീരാനല്ല തബീതേ, നിന്റെ മേൽ പകർന്ന ദൈവകൃപ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. ദൈവം ശുശ്രൂഷപരമായി ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഞാൻ പരിശുദ്ധാത്മാവിൽ ആഴമായി വിശ്വസിക്കുന്നു. ആൾ മാറിയവനെ പോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടും. വിശ്വസിക്ക്, നമ്മളിൽ വെളിപ്പെടും. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, കർത്താവേ, തബീത ഒരു ക്രിസ്തു ശിക്ഷയായിരുന്നു. ദൈവത്താൽ വൻകാര്യങ്ങൾ ചെയ്ത ദൈവദാസിയായിരുന്നു. പക്ഷേ അവളിപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇതാ വിശ്വാസത്തോടെ ഒരു ഭക്തൻ പറയുകയാണ്, തബീതേ എഴുന്നേൽക്ക. ആ ദൈവശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അടയപ്പെട്ട ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. പലരും നിരാശയോടെ മതി 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 എന്ന് പറഞ്ഞ്, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ്, ഇനി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ചിലരുടെ മേൽ അസാധാരണമായിരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാര ദിവസങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ശുശ്രൂഷയുടെ പുതിയ മുഖങ്ങൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നതിനായി സ്തോത്രം. ഈ മീറ്റിംഗ് ശ്രദ്ധിച്ച എല്ലാവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. അടിയനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ കർത്താവ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെല്ലാം ദൈവം ഉപയോഗിക്കണം. എല്ലാ കുടുംബങ്ങളെയും ഇന്ന് പകലിൽ അടിയന് നൽകിയ ആത്മീയ അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വീഴാതെ വണ്ണം അവിടുത്തെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലാക്കി തീർക്കണം. ഈ ദൂത് കർത്താവെ ശുശ്രൂഷയുടെ മുഖത്തൊരു വലിയ ഉണർവിന് കാരണമാക്കി തീർക്കണം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് എങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബഹുമാനി കർത്തദാസിയോടും ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. കർത്താവ് ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.